മഹാകുംഭമേളയെ മൃത്യുകുംഭം എന്ന് വിളിച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി. ബംഗാൾ നിയമസഭയെ അഭിസംബോധന ചെയ്യവെയായിരുന്നു മമതാ ബാനർജിയുടെ മഹാകുംഭമേളയ്ക്കെതിരായ ഈ വിമർശനം. മഹാകുംഭമേള സംഘടിപ്പിക്കാനുള്ള ആസൂത്രണം ശരിയല്ല എന്നതായിരുന്നു മമതയുടെ മറ്റൊരു വിമർശനം. 50 കോടിയിലധികം പേർ വന്നു മടങ്ങി ഇത്രയും വലിയ മനുഷ്യ സംഗമത്തെയാണ് 30 പേർ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച സംഭവത്തെ പർവ്വതീകരിച്ച് മമത മൃത്യുകുംഭമാക്കി മാറ്റിയത്. എന്തായാലും മമതയുടെ മൃത്യുകുംഭം എന്ന പരാമർശം ഇപ്പോൾ ദുരൂഹത ഉണർത്തുകയാണ്. ജനുവരി 28 മൗനി അമാവാസ്യ ദിവസം മഹാകുംഭമേളയിൽ തിക്കും തിരക്കും സ്വാഭാവികമായി ഉണ്ടായിരുന്നതല്ല എന്നും മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് എന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. ഇതിനിടെയാണ് മഹാകുംഭമേളയെ മൃത്യുകുംഭമാക്കി മാറ്റാനുള്ള ഗൂഢാലോചന നടന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണോ മമതയുടെ വാക്കുകളിലൂടെ പുറത്തു വന്നത് എന്ന സംശയം ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ബംഗാൾ ഗവർണർ ശ്രീ CV ആനന്ദ ബോസ് മഹാകുംഭമേളയിലെത്തി പുണ്യസ്നാനം അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയോടൊപ്പം നടത്തിയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ജനപ്രീതിയിലുള്ള ഒരു വിഷമം കൊണ്ട് തന്നെയായിരിക്കാം മമതാ ബാനർജി ഇത്തരത്തിലൊരു പരാമർശം നിയമസഭയിൽ നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, തുടക്കം മുതലേ ഗവർണറുമായിട്ട് കൊമ്പ് കോർക്കുന്ന ഒരു സമീപനമായിരുന്നു മമതാ ബാനർജി സ്വീകരിച്ചത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നയപ്രഖ്യാപന നിയമസഭാ സമ്മേളനം നടക്കുന്ന സമയത്ത് നയപ്രഖ്യാപന പ്രസംഗത്തിനൊക്കെ അദ്ദേഹം നിയമസഭയിൽ എത്തിയിരുന്നു. അങ്ങനെ അവിടെ മഞ്ഞുരുകുന്ന കാഴ്ചയാണ് കണ്ടത്. പക്ഷെ വീണ്ടും കുംഭമേളയെ പരിഹസിച്ചും അതിനെ മൃത്യുകുംഭെന്ന് പരിഹസിച്ചുമൊക്കെയാണ് ഇപ്പോൾ മമതാ ബാനർജി രംഗത്ത് വന്നിരിക്കുന്നത്. അതേസമയം മഹാകുംഭമേള നീട്ടിവെക്കുമെന്ന തരത്തിലുള്ള ചില അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള എല്ലാ വാർത്തകളും പ്രയാഗ്രാജ് ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ മാൻധ് നിഷേധിച്ചിരിക്കുകയാണ്. ചില സാമൂഹ്യ വിരുദ്ധർ ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. 26 മഹാശിവരാത്രിയാണ്. മഹാശിവരാത്രിയോടെ 144 വർഷം കൂടുമ്പോൾ നടത്തപ്പെടുന്ന മഹാകുംഭമേള അവസാനിക്കും. സർക്കാരും ഔദ്യോഗിക വൃത്തങ്ങളും സ്ഥിരീകരിക്കുന്നതുവരെ ഇത്തരത്തിലുള്ള വാർത്തകൾ ആളുകൾ വിശ്വസിക്കരുത് എന്ന് ജില്ലാ മജിസ്ട്രേറ്റ് രവീന്ദ്രകുമാർ മാൻധത്ത് പറഞ്ഞു. സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്ന തെറ്റായ വാർത്തകൾ തീർത്ഥാടകരെ ആവശ്യമില്ലാതെ ആശയക്കുഴപ്പത്തിലാക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹാകുംഭമേള നീട്ടിവെക്കുന്നു എന്നത് തെറ്റായ വാർത്തയാണ്. 26-നാണ് മഹാകുംഭമേളയുടെ അവസാന ദിനം. സർക്കാരോ ഭരണകൂടമോ മഹാകുംഭമേള നീട്ടിവെക്കുന്നത് സംബന്ധിച്ച് അറിയിപ്പ് പുറപ്പെടുവിക്കാത്ത പക്ഷം ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ ശ്രദ്ധിക്കരുതെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി 13-നാണ് മഹാകുംഭമേള ആരംഭിച്ചത്. ഇതിനകം തന്നെ നിരവധി റെക്കോർഡുകളാണ് മഹാകുംഭമേള സ്വന്തമാക്കിയത്. മഹാകുംഭമേള ആരംഭിച്ച് 33-ാം ദിവസമായിരുന്നു ഫെബ്രുവരി 14. ഗംഗ, യമുന, സരസ്വതി നദികൾ സംഗമിക്കുന്ന ത്രിവേണി സംഗമത്തിൽ ഇതിനകം 50 കോടിയിലധികം ആളുകളാണ് പുണ്യസ്നാനം നടത്തിയത്. ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ മതസംഗമമായി മാറിയിരിക്കുകയാണ് മഹാകുംഭമേള. 14-ന് മാത്രം വൈകുന്നേരം 6 മണി ആയപ്പോഴേക്കും 92 ലക്ഷം തീർത്ഥാടകരാണ് പുണ്യസ്നാനം നടത്തിയത്. 40 മുതൽ 45 കോടി തീർത്ഥാടകർ മഹാകുംഭമേളയ്ക്ക് എത്തും എന്നായിരുന്നു പ്രതീക്ഷിച്ചത്. എന്നാൽ പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം തീർത്ഥാടകരാണ് മഹാകുംഭമേളയ്ക്ക് പ്രയാഗ്രാജിലേക്ക് എത്തിച്ചേരുന്നത്. അതേസമയം അമിതമായി തീർത്ഥാടകർ എത്തുന്ന സാഹചര്യത്തിൽ മഹാകുംഭമേള നീട്ടിവെക്കണം എന്നാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവിന്റെ ആവശ്യം. നിരവധി ആളുകൾക്ക് മഹാകുംഭമേളയിൽ പങ്കെടുക്കണമെന്നുണ്ട്. എന്നാൽ പലർക്കും അതിന് സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ മഹാകുംഭമേള കുറച്ചു കാലത്തേക്ക് കൂടി നീട്ടിവെക്കണമെന്ന് അഖിലേഷ് യാദവ് ആവശ്യപ്പെടുന്നു. സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും മഹാകുംഭമേള നീട്ടിവെക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ടെങ്കിലും അതിന് സാധ്യതയില്ല. മഹാശിവരാത്രി ദിവസമായ ഫെബ്രുവരി 26-ന് മഹാകുംഭമേള അവസാനിക്കും. ന്യൂസ് ഡെസ്ക് കർമാനസ്.